നമസ്കാരം. കഴിഞ്ഞ ദിവസം നിങ്ങൾ കീം എൻട്രൻസ് എക്സാം എഴുതിയിട്ടുണ്ടാവും. മാത്തമാറ്റിക്സിൻ്റെ പേപ്പർ വളരെ എളുപ്പമായിരുന്നു എന്നാണ് ഒരുപാട് പേര് പറയുന്നത്. ഞാനും നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സ്ട്രിക്ട്ലി NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതലും ചോദിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? വളരെ സിമ്പിളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. സിമ്പിളാകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരുപാട് പേര് കറക്റ്റായിട്ടുള്ള ആൻസേഴ്സ് എഴുതും. അതുകൊണ്ട് നമുക്കത് കോമ്പറ്റീഷൻ കൂടുതലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനതിൻ്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് ആൻസേഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലെ ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇത് ഐ തിങ്ക് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ പേപ്പർ B ആണെന്ന് തോന്നുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ നോക്കുക. അതിനനുസരിച്ച് ആൻസേഴ്സ് പെട്ടെന്ന് എഴുതി പോവാം. കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. U എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ട്, V എന്ന് പറഞ്ഞൊരു വെക്ടർ തന്നിട്ടുണ്ട്. ദെൻ കണ്ടുപിടിക്കാനുള്ളത് U ക്രോസ് V ദ ഹോൾ സ്ക്വയർ പ്ലസ് U ഡോട്ട് V ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് മുമ്പ്, അല്ലേ? റിലേഷൻ ബിറ്റ്വീൻ U ക്രോസ് മീൻസ് A ക്രോസ് B ആൻഡ് A ഡോട്ട് B എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. U എന്ന് പറയുന്ന വെക്ടർ ഇവിടെ തന്നിട്ടുള്ളത് I-3j പ്ലസ് 2k ആണ്. അതുപോലെ V എന്ന് തന്നിരിക്കുന്നത് 2i പ്ലസ് 4j മൈനസ് 5k ആണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് U ക്രോസ് V മോഡ് U ക്രോസ് V സ്ക്വയർ പ്ലസ് മോഡ് U ഡോട്ട് V സ്ക്വയർ. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമുക്കറിയാം. മോഡ് U സ്ക്വയർ ഇൻറ്റു മോഡ് V സ്ക്വയർ ആണെന്ന് അറിയാം, അല്ലേ? ഡയറക്റ്റ് ഫോർമുലയാണിത്. അപ്പോൾ ഇവിടെ മോഡ് U കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ് U സ്ക്വയർ തന്നെ എടുത്തോളൂ. അപ്പോൾ പിന്നെ റൂട്ട് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. 1 പ്ലസ് 9 പ്ലസ് 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 14 വരും, അല്ലേ? അടുത്തത് മോഡ് V സ്ക്വയർ ഇസ് 4 പ്ലസ് 16 പ്ലസ് 25 that is equal to 45 വരും. ദാറ്റ് ഈസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 14 ഇൻറ്റു 15 എന്താണ് കിട്ടുക? 14 ഇൻറ്റു 45, 50 അല്ല, 14 ഇൻറ്റു 45 ഇറ്റ് ഇസ് 630, അല്ലേ? 630 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡയറക്ഷൻ കൊസൈൻ ഓഫ് ദ വെക്ടർ. ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? ഡയറക്ഷൻ കൊസൈൻ നമുക്ക് ഫോർമുല അറിയാം. ഓക്കെ, എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വെക്ടർ എന്നേക്കുന്ന I-5j പ്ലസ് 8k ആണ്. ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ x/r, y/r, z/r ആണ്. ഡയറക്റ്റ് NCERT ക്വസ്റ്റൻ ആണത്, അല്ലേ? അപ്പോൾ x, y, z എന്ന് പറഞ്ഞതിന് കമ്പോണൻസ് 1 - 5 8. ഇനി r എന്ന് പറയുന്നത് എന്താ? ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 1 പ്ലസ് 25 പ്ലസ് 64. എത്ര വരും? റൂട്ട് 90 വരും, അല്ലേ? റൂട്ട് 90. ഓക്കെ, റൂട്ട് 90 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 3√10 എഴുതാം. ഓക്കെ, ദെൻ ഡയറക്ഷൻ കൊസൈൻസ് അപ്പോൾ എന്തായി? 1/3√10, ദെൻ -5/3√10 ആൻഡ് 8/3√10. ഇതാണ് ഡയറക്ഷൻ കൊസൈൻസ് ആയിട്ട് വരിക. ഓപ്ഷൻ എന്താണ് വരുന്നത്? ഓപ്ഷൻ A ആണ് കറക്റ്റ് ആൻസർ, അല്ലേ? 1/3√10 ഓപ്ഷൻ A അല്ല, ഏതാ വരുന്നത്? ഓപ്ഷൻ B. ഓക്കെ, ഓപ്ഷൻ B ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 2. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിക്കോളൂ. വായിക്കാം. ഇഫ് A ഈക്വൽ ടു I പ്ലസ് j മൈനസ് k ആൻഡ് B ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് k, ദെൻ തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം. വാട്ട് ഇസ് ടാൻ തീറ്റ എന്നാണ് ചോദിച്ചേക്കുന്നത്, അല്ലേ? രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അതിനിടയ്ക്കുള്ള ആംഗിളാണ് തീറ്റ എങ്കിൽ ടാൻ തീറ്റ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാൻ അറിയാം, അല്ലേ? ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. അത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. നോക്കിക്കോളൂ. വെക്ടർ A ഈക്വൽ ടു I പ്ലസ് j മൈനസ് kയും വെക്ടർ B ഈക്വൽ ടു 2i പ്ലസ് 3j പ്ലസ് kയും വരുന്നുണ്ട്, അല്ലേ? കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല കോസ് തീറ്റ ഈസ് A ഡോട്ട് B ബൈ മോഡ് A മോഡ് B, അല്ലേ? ഇതാണ് കോസ് തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് A ഡോട്ട് B എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക. 1 × 2 പ്ലസ് 1 × 3 പ്ലസ് മൈനസ് 1 × 1 ഡിവൈഡഡ് ബൈ root of 1 square plus 1 square plus 1 square into root of 2 square plus 3 square plus
1 square അല്ലേ. ദിസ് ഈസ് ഈക്വൽ ടു 5 minus 1 4 4 by root 3 and this is 9 plus 1 10 14 root 14 അല്ലേ ഇങ്ങനെ വരും. ദാറ്റ് ഈസ് 4 by root 42 ഐ തിങ്ക് അല്ലേ. 4 by root 42 ആണ് എന്ത് കോസ് തീറ്റ അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടാൻ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ടാൻ തീറ്റ കണ്ടുപിടിക്കാൻ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും. നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിക്കുന്ന പോലെ തീറ്റ എന്ന് പറയുമ്പം അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് 4 by root 42 4 by root 42 കിട്ടും. ദെൻ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കുക, പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്യുക. 42 minus 16 എന്ന് പറയുമ്പോൾ 26 വരും അല്ലേ. അപ്പോൾ റൂട്ട് 26 ആണ് ഓപ്പോസിറ്റ് സൈഡ് വരിക. ദെൻ ടാൻ തീറ്റ ഈക്വൽ ടു റൂട്ട് 26 by 4 എന്ന ആൻസർ കിട്ടും അല്ലേ. റൂട്ട് 26 by 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കൂ. ദ വാല്യൂ ഓഫ് ലാംഡ സച്ച് ദാറ്റ് ദ വെക്ടേഴ്സ് 2i minus j plus 2k and 3i plus 2 lambda j ആർ പെർപെൻഡിക്കുലർ. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണ് തന്നിട്ടുണ്ട്. ഇതിനകത്തൊരു കോൺസ്റ്റൻറ്റ് ലാംഡ ഉണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കും നമുക്കറിയാലോ അല്ലേ. ദാറ്റ് ഈസ് ഇപ്പോൾ സപ്പോസ് എ എന്ന് പറയുന്ന വെക്ടർ 2i minus j plus 2k. ആദ്യത്തെ വെക്ടർ നമ്മൾ എ എന്ന് എടുത്തു. രണ്ടാമത്തെ വെക്ടർ 3i plus 2 lambda j എന്ന് നമ്മളെടുത്തു. ദെൻ ഈ രണ്ട് വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. സിൻസ് എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ. എയും ബിയും പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് ബി 0 ആയിരിക്കും. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. 2 into 3 minus 1 into 2 lambda plus 0 equal to 0 വരും. ദാറ്റ് is 6 minus 2 lambda equal to 0. 6 equal to 2 lambda equal to 3. ലാംഡയുടെ വാല്യൂ 3 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 4. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 നോക്കിക്കോളൂ. ദ വാല്യൂസ് ഓഫ് ആൽഫ സോ ദാറ്റ് മോഡുലസ് ആൽഫ ഐ പ്ലസ് ആൽഫ പ്ലസ് 1 ജെ പ്ലസ് 2k ഈക്വൽ ടു 3. ഒരു വെക്ടറിൻ്റെ മോഡുലസ് തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് ആൽഫ കണ്ടുപിടിക്കാനാണ് പറയുന്നത് അല്ലേ. ദാറ്റ് ഇസ് മോഡ് ആൽഫ ഐ പ്ലസ് ആൽഫ പ്ലസ് 1 ജെ പ്ലസ് 2k എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ് അല്ലേ. അപ്പോൾ മോഡുലസ് ഓഫ് ദിസ് വെക്ടർ എന്താ? ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അതിൻ്റെ റൂട്ടാണ് ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടിയേക്കണത്? 3 എന്ന് കിട്ടിയേക്കണത്. ശരിയല്ലേ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യാം നമ്മൾ. ആൽഫ സ്ക്വയർ പ്ലസ് ഇത് ആൽഫ പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുക. ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 1 പ്ലസ് 2 സ്ക്വയർ. ഇത് ആൽഫയും 2 മാറിപ്പോരുത് കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 9. എന്തോ സിംപ്ലിഫൈ ചെയ്ത് ഇത് കിട്ടും. ആൽഫ സ്ക്വയർ പ്ലസ് 2 ആൽഫ പ്ലസ് 5 മൈനസ് 4 അപ്പോൾ -9 ഇപ്പോൾ -4 എന്ന് കിട്ടും ഈക്വൽ ടു 0 അല്ലേ. 2 ആൽഫ സ്ക്വയറിൻ്റെ ദെൻ നമുക്കൊന്നൊരു ആൽഫേനെ ഔട്ട് സൈഡ് എടുത്ത് സിംപ്ലിഫൈ 2നെ ഔട്ട് സൈഡ് എടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു ആൽഫ സ്ക്വയർ പ്ലസ് ആൽഫ മൈനസ് 2 ഈക്വൽ ടു 0 എന്ന് വരും. ആൽഫ മൈനസ് 1 ഇൻറ്റു ആൽഫ മൈനസ് 2 ഈക്വൽ ടു 0 എന്താ വരിക നോക്കൂ. ആൽഫ മൈനസ് 1 ഇൻറ്റു ആൽഫ മൈനസ് 2 ആൽഫ പ്ലസ് 2 അല്ലേ. ആൽഫ പ്ലസ് 2 ആൽഫ മൈനസ് 1 ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു 1 ആൻഡ് ആൽഫ ഈക്വൽ ടു -2. ആൽഫ ഈക്വൽ ടു 1 ആൻഡ് ആൽഫ ഈക്വൽ ടു -2 ആണ് ആൻസർ കിട്ടുക. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആൻസർ. 1 and -2. ഓക്കെ, അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എ ഈക്വൽ ടു 2i പ്ലസ് 2j പ്ലസ് 3k ആൻഡ് ബി ഈക്വൽ ടു 2i minus j plus k, then the value of a plus b dot a minus b is equal to. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. a plus b dot a minus b എന്താണെന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കിക്കോ. നമുക്കറിയാം ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബി ഈക്വൽ ടു 2i മൈനസ് ജെ പ്ലസ് കെ ആണ് രണ്ട് വെക്ടേഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. a plus b ഡോട്ട് എ മൈനസ് ബി ആണ് അല്ലേ. എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി ആണ്. ഇത് ഡോട്ട് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? എ ഡോട്ട് എ ദാറ്റ് ഇസ് മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, മോഡ് എ സ്ക്വയർ മൈനസ് മോഡ് ബി സ്ക്വയർ എന്ന് എഴുതാം. ഇനി മോഡ് എ സ്ക്വയർ നോക്കി നോക്കൂ. 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ അല്ലേ. ദാറ്റ് ഇസ് 4 പ്ലസ് 4 പ്ലസ് 9 മൈനസ് 4 പ്ലസ് 1 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് 8 പ്ലസ് 9 17 മൈനസ് 6 ദിസ് ഇസ് 11 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 11 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ,
Question number 7 നോക്കിക്കോളൂ. Let A equal to I plus 2j minus 3k and B equal to lambda j plus 3k. If the projection of A on B is equal to the projection of B on A, then the values of lambda are. രണ്ട് വെക്ടേഴ്സ് എയും ബിയും തന്നിട്ടുണ്ട്. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയും പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിക്കുന്നത് ലാംഡയുടെ വാല്യൂ എന്താണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് വെക്ടേഴ്സ് നമുക്ക് ആദ്യം എഴുതാം. വെക്ടർ എ ഈക്വൽ ടു ഐ പ്ലസ് 2j മൈനസ് 3k ആൻഡ് ബി എന്ന് പറയുന്ന വെക്ടർ ലാംഡ ജെ പ്ലസ് 3k ആണ്. ഓക്കെ, ദെൻ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഈസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് ബി ബൈ മോഡ് ബി അല്ലേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണിത്, വിച്ച് ഇസ് ഈക്വൽ ടു പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ദാറ്റ് ഇസ് അഗെയിൻ എ ഡോട്ട് ബി ബൈ മോഡ് എ ആയിരിക്കും കേട്ടോ അല്ലേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയും പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എയും. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. എന്താ ആൻസർ വരിക? മോഡ് എ ഈസ് ഈക്വൽ ടു മോഡ് ബി അല്ലേ. മോഡ് എ ഈക്വൽ ടു മോഡ് ബി ആണ് വരിക. ദാറ്റ് മീൻസ് നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ ഒന്ന് സ്ക്വയർ എടുത്ത് വയ്ക്കുക. സ്ക്വയർ എടുത്ത് കഴിഞ്ഞാൽ 1 + 4 + 9 ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ സ്ക്വയർ പ്ലസ് 9. ഇവിടുത്തെ 9 ഉണ്ട് ക്യാൻസൽ ചെയ്യുക. ലാംഡ സ്ക്വയർ ഇസ് 5. ദെർഫോർ ലാംഡ ഈസ് ±√5. ലാംഡയുടെ വാല്യൂ എന്ത് വന്നു? ±√5 എന്ന ആൻസർ വന്നു. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, അപ്പോൾ വെക്ടേഴ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് മോഡ് എ ഈക്വൽ ടു 2 ആൻഡ് മോഡ് ബി ഈക്വൽ ടു 3, എ ഡോട്ട് ബി ഈക്വൽ ടു 4, ദെൻ എ മൈനസ് ബി മോഡ്ലെസ് ഓഫ് എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇതും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. മോഡ് എ ഈക്വൽ ടു 2, മോഡ് ബി ഈക്വൽ ടു 3 ആൻഡ് എ ഡോട്ട് ബി ഈക്വൽ ടു 4 അല്ലേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മോഡ് എ മൈനസ് ബി എന്താണെന്നുള്ളതാണ് അല്ലേ. മോഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ നോക്കി നോക്കൂ. ഒരു വെക്ടർ അതിൻ്റെ മോഡിൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ഡോട്ട് എ ആണ് മോഡ് എ സ്ക്വയർ അല്ലേ. അപ്പോൾ മോഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി ആയിരിക്കും അല്ലേ. എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറയുമ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഇതെന്താ വരിക? എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എ മൈനസ് ബി ആണേ. എ മൈനസ് ബി ഡോട്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മോഡ് എ സ്ക്വയർ മൈനസ് 2a ഡോട്ട് ബി പ്ലസ് മോഡ് ബി സ്ക്വയർ എന്ന് പറയില്ലേ. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി മോഡ് എ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 4 - 2 ഇൻറ്റു എ ഡോട്ട് ബി പറഞ്ഞാൽ എത്രയാണ്? 4 ആണ്. പ്ലസ് മോഡ് ബി എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 1 വിച്ച് ഇസ് 5 എന്ന് വരും അല്ലേ. അപ്പോൾ മോഡ് എ ഡോട്ട് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ആണ്. നമുക്ക് വേണ്ടത് എ ഡോട്ട് ബി അല്ലേ. എ ഡോട്ട് ബിയുടെ വാല്യൂ ആണ് നമുക്ക് മീൻസ് എ മൈനസ് ബിയുടെ വാല്യൂ ആണ്. മോഡ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? √5. ഇഫ് വി വോണ്ട് വി ക്യാൻ റൈറ്റ് +or- എന്ന് എഴുതാം. പക്ഷേ ഇവിടെ √5 ആണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത് അല്ലേ. ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ 8 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഏതിൽ ചോദിച്ചത്? വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്ന ആ ഒരു സെക്ഷനകത്ത് ഈ കഴിഞ്ഞ എക്സാമിന്, ഇന്നലെ നടന്ന എക്സാമിന് ചോദിച്ചത്. 9ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Which one of the following points lie on the straight line x minus 1 by 2 equal to y plus 1 by 4 equal to z minus 2 by minus 2? ഓപ്ഷൻസ് ഉണ്ട്. ആ 5 ഓപ്ഷൻസിൽ ഏത് പോയിൻ്റ് ആണ് ഈ ലൈനിൻ്റെ മുകളിലുള്ള പോയിൻ്റ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. നോർമലി നമ്മൾ ലൈനിൻ്റെ മുകളിലുള്ള പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഒരുപാട് മെത്തേഡുകളൊക്കെ നമ്മൾ ചെയ്യും. പക്ഷേ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. ആ ലൈനിൻ്റെ ഇക്വേഷനിൽ തന്നെ ഒരു പോയിൻ്റ് ഉണ്ടാവും അല്ലേ. നോക്കിക്കോളൂ. x minus 1 by 2 equal to y plus 1 by 4 equal to z minus 2 by minus 2. ഈ ലൈനിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് കാണാൻ പറ്റുന്ന പോയിൻ്റ് ഏതാ? 1 - 1 2. ആ പോയിൻ്റ് നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്കുക. അങ്ങനെ ഒരു പോയിൻ്റ് നമ്മുടെ ഓപ്ഷനിൽ കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസിലുള്ള ആൻസർ ഏതാണെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്ഷൻസ് ഓരോന്നായിട്ട് എക്സിനും വൈക്കും സെഡിനും പകരം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഇത് രണ്ടും ഈക്വൽ ആണ് റേഷ്യോ എങ്കിൽ നമുക്ക് സെഡിൻ്റെ കേസും കൂടെ ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് 2 6 - 2 ആണ്. ഇതിൽ നമ്മൾ എക്സും വൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 - 1 by 2 എന്ന് പറയുമ്പോൾ 1 by 2 ആണ് വരിക. നോക്കിക്കോളൂ. അടുത്ത 6 ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. വൈക്ക് പകരം y 6 + 1 by 4 എന്ന് പറയുമ്പോൾ 8 by 4 ആണ് വിച്ച് ഇസ് 2 അല്ലേ. ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. ഈ 1 by 2 ഇസ് നോട്ട് ഈക്വൽ ടു 2. അത് രണ്ടും ഈക്വൽ അല്ല. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് അല്ല. ഈ രണ്ടാമത്തെ പോയിൻ്റ് 4 3 1 ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 4 - 1 by 3 എന്ന് പറയുമ്പോൾ
സോറി 1/2 എന്ന് പറയുമ്പോൾ 3/2 ആണ്. അടുത്തത് 3 + 1/4 എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് 1. അപ്പോൾ ഈ പോയിൻറ്റും അല്ല, അത് രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് ഈ പോയിൻറ്റും അല്ല. അടുത്ത പോയിൻ്റ് എടുക്കുക 3 4 - 1. 3 4 - 1ൽ 3 - 1/2 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. അടുത്തത് 4 + 1/4 വിച്ച് ഇസ് അഗെയിൻ 1 എന്ന് കിട്ടും. അല്ല സോറി 5, ഓക്കെ ഇറ്റ് ഇസ് 5/4 എന്ന് വരും. അപ്പോൾ ഇവിടെയും ഈക്വൽ ആവുന്നില്ല. ഇനി അടുത്ത പോയിന്റിലേക്ക് പോവാം. 3 3 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3 - 1/2 എന്ന് പറയുമ്പോൾ 2/2 ഇറ്റ് ഇസ് 1. അടുത്തത് 3 + 1/4 വിച്ച് ഇസ് ഈക്വൽ ടു 4/4 1 എന്ന് കിട്ടും. ലാസ്റ്റ് പോയിൻറ്റും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിപ്പോൾ. അപ്പോൾ ലാസ്റ്റ് പോയിൻറ്റും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കറക്റ്റ് ആണെന്ന് നോക്കണം. 0 - 2/-2 വിച്ച് ഇസ് അഗെയിൻ 1 ആണ് അല്ലേ. അപ്പോൾ 3 വാല്യൂസും സെയിം ആയതുകൊണ്ട്, 3 റേഷ്യോയും സെയിം ആയതുകൊണ്ട് ഏത് പോയിൻ്റാണ് നമ്മുടെ ലൈനിൻ്റെ മുകളിലുള്ളത്? 3 3 0 ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. നോക്കുക. എ പ്ലെയിൻ പാസസ് ത്രൂ ദ പോയിന്റ് 0 1 1 ആൻഡ് ഹാസ് എ നോർമൽ വെക്ടർ I + J + K ദെൻ ഇറ്റ്സ് ഇക്വേഷൻ ഈസ്. ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആ പ്ലെയിനിൻ്റെ മുകളിൽ ഒരു പോയിന്റ് 0 1 1 നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ദെൻ ആ പ്ലെയിനിൻ്റെ ഒരു നോർമൽ വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. നോർമൽ വെക്ടർ എന്ന് പറയുമ്പോൾ n എന്ന് പറയുന്ന വെക്ടർ I + J + K തന്നിട്ടുണ്ട്. ഇനി ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ എന്ത് ഫോമിലാണ്? കാർട്ടീഷ്യൻ ഫോമിലാണ് അല്ലേ. അപ്പോൾ കാർട്ടീഷ്യൻ ഫോമിലുള്ള ലൈൻ ഇക്വേഷൻ തന്നെ, മീൻസ് പ്ലെയിൻ ഇക്വേഷൻ തന്നെ നമുക്ക് ഇവിടെ എഴുതാം. ഇതാണ് കാർട്ടീഷ്യൻ ഫോമിൽ ഇക്വേഷൻ ഓഫ് എ പ്ലെയിൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു എ വെക്ടർ. ഓക്കെ, equal to 0, that is a into x minus x1 plus b into y minus y1 plus c into z minus z1 equal to 0. ഇതാണ് x1 y1 z1. ഇതാണ് a b c എന്ന് പറഞ്ഞ കമ്പോണൻസ്. അപ്പോൾ 1 into x minus 0 plus 1 into y minus 1 plus 1 into z minus 1 equal to 0. That is x plus y minus 1 plus z minus 1 equal to 0 എന്ന് വരും. x plus y plus z minus 2 equal to 0 എന്നാണ് ആൻസർ കിട്ടുക. അത് ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് വരുന്നത് അല്ലേ. x plus y plus z equal to 2 എന്ന് പറയുന്ന ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ് നമ്മൾ ചെയ്തത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചോളൂ. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 4 2 3 ഫ്രം ദ പ്ലെയിൻ r dot 6i plus 2j minus 9k equal to 46 is ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ പോയിൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്. പോയിൻ്റ് 4 2 3 ഇതാണ് പോയിൻ്റ്. ദെൻ പ്ലെയിനിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അത് നമുക്ക് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാം. വെക്ടർ ഫോമിലുള്ളത് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റാം. വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ് 6x plus 2y minus 9k minus 46 equal to 0 എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ ഫോം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് പോയിൻ്റ് ആൻഡ് പ്ലെയിൻ കണ്ടുപിടിക്കണം. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. ax1 plus by1 plus cz1 minus d divided by root of a square plus b square plus c square. ഈ ഒരു ഫോമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 6 into 4 plus 2 into 2 minus 9 into 3 minus 46 divided by root of 6 square plus 2 square plus 9 square. Okay, this is the distance. This is 24 minus 4 plus 4 minus 27 minus 46 divided by root of 36 plus 4 plus 81, isn't it? Now it is equal to minus 45 by root to 121 എന്ന് വരും അല്ലേ. ദാറ്റ് ഇസ് 45 by 11 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. നെഗറ്റീവ് വേണ്ട, കാരണം നമ്മൾ മോഡുലസ് എടുക്കണം, ബിക്കോസ് ഇറ്റ് ഇസ് ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ 45 by 11 എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടുക. ഇത് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 നോക്കിക്കോളൂ. ക്വസ്റ്റ്യൻ സ്ക്രീനിൽ കാണാം, നിങ്ങൾക്ക് വായിക്കാം. The sum of the intercepts made by the plane r dot 3i plus j plus 2k with the കോർഡിനേറ്റ് ആക്സിസുമായിട്ടുള്ള ഇൻ്റർസെപ്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നതിന് കാർട്ടീഷ്യൻ ഫോമിലേക്ക് മാറ്റിയാൽ ഇറ്റ് ഈസ് ഓക്കെ 3x plus y plus 2z in fact
ഈക്വൽ ടു 18 വരും. ഇതാണ് കാർട്ടീഷ്യൻ ഫോമിലുള്ള ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ വരിക. ഇനി ഇതിനെ നമ്മൾ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഇൻ്റർസെപ്റ്റുകൾ കിട്ടും. എന്നിട്ട് അതിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ 3x/18 + y/18 + 2z/18 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 വരും. x/6 + y/18 + z/9 ഈക്വൽ ടു 1. സം ഓഫ് ദ ഇൻ്റർസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ 6 + 18 + 9 വിച്ച് ഇസ് ഈക്വൽ ടു 33 എന്ന ആൻസർ കിട്ടും. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. ദിസ് ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 12. ഇനിയും പ്ലെയിനിലെ ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് 13th ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാം. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ലൈൻ x-2/1 ഈക്വൽ ടു y-4/-5 ഈക്വൽ ടു z + 3/4 intersect the xy plane. Intersect the xy plane. ഈ ലൈൻ xy പ്ലെയിൻ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കൂ, x-2/1 ഈക്വൽ ടു y-4/-5 ഈക്വൽ ടു z + 3/4 ആണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. ഇത് XY പ്ലെയിനിനെ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ z കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതിൻ്റെ പോയിന്റ് നോക്കിക്കോളൂ. നമുക്ക് ഈ ലൈനിൻ്റെ മുകളിൽ ഒരു ജനറൽ പോയിന്റ് നമുക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാം. x ഈക്വൽ ടു 2 + lambda 1 lambda and y ഈക്വൽ ടു 4 - 5 lambda and z ഈക്വൽ ടു -3 + 4 lambda. ഇങ്ങനെ നമുക്ക് ജനറൽ പോയിന്റ് ഓൺ ദ ലൈൻ ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മുടെ z കോർഡിനേറ്റ് ഇപ്പോൾ 0 ആണ്. z കോർഡിനേറ്റ് 0 എന്ന് പറയുമ്പോൾ 0 is equal to -3 + 4z. എന്തുകൊണ്ടാണ് 0 ആയത്? XY പ്ലെയിനിലെ ഇൻ്റർസെക്ട് ചെയ്യുന്ന പോയിന്റാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ z അവിടെ 0 ആയിരിക്കും. ഫ്രം ദിസ് ലാംഡ ഈക്വൽ ടു 3/4 അല്ലേ? ആ ലാംഡയുടെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടി. x ഈക്വൽ ടു 2 + 3/4 and y ഈക്വൽ ടു 4 - 5 × 3/4 that is equal to 8 + 3 11/4 and 16 - 15 1/4 ആണ് എക്സും വൈയും കിട്ടുക. ദെൻ z is always 0 because it is on XY plane. അപ്പോൾ z 0 ആയിരിക്കും. 11/4 1/4 0 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 13 ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഓക്കെ, എഗെയിൻ നമുക്കുള്ളത് 3 ഡയമെൻഷണൽ ജോമെട്രിയിലത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 14th ക്വസ്റ്റ്യൻ. ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ്സ് 1 -1 2 and 7 0 5 രണ്ട് പോയിന്റ് തന്നിട്ടുണ്ട്. ആ പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ലൈനിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാവുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ? എന്താ ഇക്വേഷൻ? x - x1/x2 - x1 ഈക്വൽ ടു y - y1/y2 - y1 ഈക്വൽ ടു z - z1/z2 - z1. ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. പോയിന്റുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ 1 - 1 2 ഈ പോയിന്റിനെ x1 y1 z1 ആയിട്ട് ചൂസ് ചെയ്തു. അടുത്ത പോയിന്റ് 7 0 5 ഇതിനെ x2 y2 z2 ആയിട്ട് ചൂസ് ചെയ്തു. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം, അതിലൊന്നും കുഴപ്പമില്ല. ഇനി ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി സിമ്പിളായിട്ട്. 1x - 1/7 - 1 ഈക്വൽ ടു y - -1/0 - -1 ഈക്വൽ ടു z - 2/5 - 2 that is x - 1/6 ഈക്വൽ ടു y + 1/1 ഈക്വൽ ടു z - 2/3. ഇതാണ് നമ്മുടെ ലൈനിൻ്റെ ഇക്വേഷൻ. നോക്കിക്കോളൂ, ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അല്ലേ? യെസ്, x - 1/6 ഈക്വൽ ടു y + 1/1 ഈക്വൽ ടു z - 2/3. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. എഗെയിൻ നമുക്ക് ക്വസ്റ്റ്യൻ ഫ്രം പ്ലെയിൻ ആണ്, മീൻസ് 3 ഡയമെൻഷണൽ ജോമെട്രിയാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15 നോക്കിക്കോളൂ. ദ ആംഗിൾ ബിറ്റ്വീൻ ദ പ്ലെയിൻസ്, രണ്ട് പ്ലെയിൻസിനിടയ്ക്കുള്ള ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസ് ചോദിച്ചിട്ടുണ്ട്. x + y + z ഈക്വൽ ടു 1 ആണ് ഫസ്റ്റ് പ്ലെയിൻ. സെക്കൻഡ് പ്ലെയിൻ x - 2y + 3z ഈക്വൽ ടു 1. ആംഗിൾ ബിറ്റ്വീൻ പ്ലെയിൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? cos θ ഈക്വൽ ടു n1.n2 ഡിവൈഡഡ് ബൈ mod n1 mod n2 അല്ലേ? ഇതാണ് നമ്മുടെ ആംഗിൾ ബിറ്റ്വീൻ 2 പ്ലെയിൻസിൻ്റെ ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇതിൻ്റെ കമ്പോണൻസ് ആണ് n1 n2 എന്ന് പറയുന്നത്. 1 × 1 + 1 × -2 + 1 × 3. ഓക്കെ, a1 a2 b1 b2 c1 c2. ഓക്കെ, ഡിവൈഡഡ് ബൈ √1² + 1² + 1² into √1² + 2² + 3². Okay, now this is equal to 1 - 2 + 3. That is divided by √3 into
14. Okay, now it is equal to 2 by root 42 എന്ന് വരും അല്ലേ. therefore theta is cos inverse 2 by root 42. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15. ദെൻ എഗെയിൻ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്, ക്വസ്റ്റ്യൻ നമ്പർ 16. ഇറ്റ് ഈസ് ഓൾസോ ഫ്രം പ്ലെയിൻ. ഇപ്പോൾ 8 ക്വസ്റ്റ്യൻ നമുക്ക് വെക്ടർ എന്നും 8 ക്വസ്റ്റ്യൻ പ്ലെയിനിൽ നിന്നും കിട്ടിയില്ലേ. 8 ക്വസ്റ്റ്യൻ വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് നമ്മൾ ചെയ്തു. ഇത് 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ് പ്ലെയിനിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ്, വായിച്ചോളൂ. ദ ഇക്വേഷൻ ഓഫ് ദ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ പ്ലെയിൻസ് എക്സ് plus 2y minus z equal to 3 and x plus y minus 3z equal to 5 passing through the point 1 minus 1 0 is. രണ്ട് പ്ലെയിനിൻ്റെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ ആണ് ഇതിനകത്ത് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഫസ്റ്റ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 2y മൈനസ് z മൈനസ് 3 ഈക്വൽ ടു 0 എന്ന് എഴുതാം. രണ്ടാമത്തെ പ്ലെയിനിൻ്റെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ മൈനസ് 3z അല്ലേ, മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനിലൂടെ പാസ് ചെയ്യുന്ന മൂന്നാമത്തെ പ്ലെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫസ്റ്റ് പ്ലെയിൻ്റെ ഇക്വേഷൻ പ്ലസ് ലാംഡ ഇൻറ്റു സെക്കൻഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു 0 ആണ് ആൻസർ വരിക. എക്സ് പ്ലസ് 2y മൈനസ് z മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3z മൈനസ് 5 ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ. ഇതാണ് പ്ലെയിനിൻ്റെ ഇക്വേഷൻ. ബട്ട് വി ഹാവ് ഗിവൺ ദാറ്റ് ദർ ഇസ് എ പോയിൻ്റ്. ആ പോയിൻ്റ് ഏതായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന പോയിൻ്റ്? ഇറ്റ് ഈസ് 1 മൈനസ് 1 0 ആണ് പോയിൻ്റ് അല്ലേ. 1 മൈനസ് 1 0 ആണ് പോയിൻ്റ്. ആ പോയിൻ്റ് ഈ പ്ലെയിനിൻ്റെ മുകളിലെ പോയിൻ്റ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? എക്സിനും വൈക്കും സെറ്റിനും പകരം നമുക്ക് ഈ പോയിൻ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. 1 പ്ലസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 0 ആണ്, പിന്നെ ബാലൻസ് മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു 1 മൈനസ് 1 പിന്നെ അത് 0 വരും, മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നൗ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 മൈനസ് 3 പ്ലസ് ലാംഡ ഇൻറ്റു minus 5 which is equal to 0 എന്ന് വരും. that is now this is minus 4 അല്ലേ. minus 4 plus or minus 4 minus 5 lambda equal to 0 എന്ന് വരും. lambda equal to 4 by 5 നെഗറ്റീവ് 4 by 5 ആണ് ലാംഡയുടെ വാല്യൂ വരിക. ആ ലാംഡയുടെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, മൈനസ് 4 by 5. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഡിനോമിനേറ്റർ ഹോൾ ഡിവൈഡ് ബൈ 5 എഴുതുമ്പോൾ ഇവിടെ 5 മൾട്ടിപ്ലൈ ചെയ്യുക, ഈ 5 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിനോമിനേറ്ററിലെ 5 അങ്ങോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ വി 0. ഫോർ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. 5 ഇൻറ്റു എക്സ് പ്ലസ് 2y മൈനസ് z മൈനസ് 3 മൈനസ് 4 ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് 3z മൈനസ് 5 വിച്ച് ഇസ് ഈക്വൽ ടു 0. മൾട്ടിപ്ലൈ ചെയ്തോളൂ. 5x പ്ലസ് 10y മൈനസ് 5z മൈനസ് 15 മൈനസ് 4x മൈനസ് 4y പ്ലസ് 12z പ്ലസ് 20 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഇസ് 5x മൈനസ് x 5x minus 4x x വരും, 6x minus 4y 10x minus 4y 6y വരും. then minus 5z plus 12z is plus 7z minus plus 5 എന്ന് വരും അല്ലേ, ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ 6x plus 7 x plus 6y plus 7z plus 5 ഈക്വൽ ടു 0 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഇ ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ടോട്ടൽ 8 + 8 16 ക്വസ്റ്റ്യൻസ് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഒരു ക്വസ്റ്റ്യൻ പോലും അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ടോ ഡിഫിക്കൽട്ടായിട്ടോ ചോദിച്ചിട്ടില്ല. ഡയറക്റ്റ് ഫ്രം യുവർ NCERT ടെക്സ്റ്റ് ബുക്ക് 16 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് 3 ഡയമെൻഷൻ ജോമെട്രി ആൻഡ് വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് കിട്ടി അല്ലേ, 8 + 8 ആയിട്ട്. ഓക്കെ.